ഹായ് ആരോ ക്രിയേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഇതുപോലത്തെ മുയലിൻ്റെ സോഫ്റ്റ് ടോയ് ഉണ്ടാക്കിയാലോ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. വീട്ടിലിരുന്ന് വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ തന്നെ സ്കൂളിൽ മത്സരങ്ങളിൽ കുട്ടികൾക്ക് തിളങ്ങാനൊക്കെ ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ സാധിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ ഫറിൻ്റെ തുണി എടുത്തിട്ടുണ്ട്. മീഡിയം ഫറാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ മുയലിന് ആവശ്യമായിട്ടുള്ള പാറ്റേൺ എടുത്തിട്ടുണ്ട്. നമുക്ക് വലിയ സൈസിലും ചെറിയ സൈസിലും പാറ്റേൺ അവൈലബിൾ ആണ് കേട്ടോ. പാറ്റേൺ ആവശ്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ പാറ്റേൺ എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ കൊറിയറായിട്ട് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. 3 പീസായിട്ടാണ് നമുക്ക് പാറ്റേൺ ഉള്ളത്. ബോഡി പാർട്ട് ഫറിനകത്ത് കട്ട് ചെയ്യാൻ 2 പീസും അതുപോലെ തന്നെ ചെവി 2 പീസ് ഫറിനകത്തും 2 പീസ് ഫെൽറ്റിനകത്തും കട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ബോട്ടം പീസ് നമ്മൾ ഫെൽറ്റിനകത്താണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഫറിനകത്തുള്ളത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഫറിനകത്ത് കട്ട് ചെയ്യുമ്പോൾ ഫർ കറക്റ്റ് രീതിയിൽ വെച്ച് കൊടുക്കുക. അടിയിലോട്ടാണ് രോമങ്ങൾ വരണമെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് പാറ്റേൺ വെച്ചിട്ട് വരച്ചെടുക്കാം മുകളിലൂടെ. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോഡി പാർട്സ് വെക്കുമ്പോൾ ഒരു സൈഡിലോട്ട് വെച്ചിട്ട് വരച്ചെടുക്കുക. അത് നേരെ തിരിച്ചിട്ട് വേണം അപ്പുറത്തെ സൈഡിലോട്ടുള്ളത് വെക്കുമ്പോൾ വരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ കറക്റ്റ് ഞാൻ വീഡിയോനകത്ത് കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് വരച്ചെടുത്താന്നുള്ളത് കേട്ടോ. അപ്പോൾ ആദ്യം ഒരു ഭാഗത്തേക്ക് ബോഡി പാർട്ട് വരയ്ക്കുമ്പോൾ അപ്പുറത്തെ ഭാഗത്തേക്ക് മറച്ചിട്ട് വേണം അടുത്ത പീസ് വെച്ചിട്ട് വരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഫറിൻ്റെ പീസ് ഒക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 ചെവിയും അതുപോലെ തന്നെ 2 ബോഡി പാർട്സും. 2 ബോഡി പാർട്സിനകത്ത് ഇനി നമുക്കതിൻ്റെ കണ്ണും ചെവിയും അതുപോലെ തന്നെ മൂക്ക് വെക്കുന്ന ഭാഗങ്ങളൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമ്മുടെ പാറ്റേണിനകത്ത് എല്ലാം ഉണ്ടായിരിക്കും മാർക്കിംഗ് ഒക്കെ. ഇനി നമുക്ക് ബോട്ടം പീസ് മാർക്ക് ചെയ്യാം കേട്ടോ. ബോട്ടം പീസ് നമുക്ക് ഫെൽറ്റിനകത്താണ് വരച്ചെടുത്താൽ മതി. ഇതും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫെൽറ്റിനകത്ത് ചെവിയുടെ 2 പീസും കൂടി കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ടോട്ടൽ നമുക്ക് ചെവിക്കായിട്ട് 4 പീസും ബോഡി പാർട്ട് 2 പീസും ബോട്ടം പീസ് 1 പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതുപോലത്തെ റെഡ് കളറിലുള്ള 2 കണ്ണുകൾ എടുത്തിട്ടുണ്ട്. അത് മുറുക്കിയിടാൻ വേണ്ടിയിട്ട് ഒരു ബട്ടൺസ് പോലത്തെ എടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഇതുപോലത്തെ ഒരു മൂക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്പർ 10ൻ്റെ നൂലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് കോർക്കാൻ ആവശ്യമായിട്ടുള്ള സൂചി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് കാണാം കേട്ടോ. അപ്പോൾ ബോഡി പാർട്ട് 2 പീസായിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായി ഫറിൻ്റെ. അത് നമുക്ക് ഇതുപോലെ നല്ല വശം ചേർന്ന് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. ഇനി ഇവിടെ നിന്ന് നമ്മൾ റൗണ്ടിൽ ഈ തലയുടെ ഭാഗം ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോവേണ്ട കേട്ടോ. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ കാണിക്കും. അപ്പോൾ നമുക്ക് മൂക്കിൻ്റെ സ്ഥാനത്ത് നമുക്ക് മൂക്ക് വെച്ച് കൊടുക്കുക, ചെവിയുടെ സ്ഥാനത്ത് ചെവി വെച്ച് കൊടുക്കുക, കണ്ണിൻ്റെ സ്ഥാനത്ത് കണ്ണ് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആദ്യം നമുക്കിത് സ്റ്റിച്ച് ചെയ്യുന്നതിനെക്കാട്ടും മുമ്പായിട്ട് ചെവി സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ചെവി ഇതുപോലെ തന്നെ ഫറിൻ്റെ പീസും ഫെൽറ്റിൻ്റെ പീസാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഫറിൻ്റെ പീസ് നല്ല വശവും ഫെൽറ്റിൻ്റെ പീസ് നല്ല വശവും ചേർന്ന് വരുന്ന രീതിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് പിൻ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ അത് തെന്നി മാറിപ്പോകും കേട്ടോ. അപ്പോൾ ഇതുപോലെ നൂല് കോർത്തെടുത്തിട്ടുണ്ട് ഒരു സൂചിനകത്ത്. ഒരു നൂലിൽ മാത്രം അറ്റത്ത് കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു നൂല് വെറുതെ ഫ്രീ ആയിട്ടിട്ടിരിക്കും കേട്ടോ. അതുപോലെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമുക്ക് തുന്നണത് കാണിച്ചു തരാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഭാഗം മാത്രം തുന്നണത് കാണിക്കാനുള്ളൂ കേട്ടോ, എങ്ങനെയാണ് തുന്നണ്ടേന്നുള്ളത്. അപ്പോൾ നമുക്ക് തുന്നണത് കാണാം. അപ്പോൾ അത് ഇതുപോലെ തന്നെ തുന്നണമെന്നൊന്നുമില്ല, നമുക്ക് വിട്ടു പോകാത്ത രീതിയിൽ തുന്നിയെടുക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിവിടെ ബട്ടൺ ഹോൾ സ്റ്റിച്ചിലാണ് തുന്നി കാണിക്കുന്നത്. അത് നമുക്ക് നല്ല ഉറപ്പിൽ തന്നെ ഇരുന്നോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം, അതല്ല സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ, മെഷീനകത്ത് വെച്ചിട്ട്. അപ്പോൾ ഞാനിവിടെ മെഷീനകത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ തുന്നൽ അറിയണവർക്ക് തുന്നിയെടുക്കുക. അപ്പോൾ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായി എങ്ങനെയാണ് തുന്നണേന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് വെറുതെ ഒന്ന് കോർത്തെടുത്തിട്ടുണ്ട്. അതുപോലെ വീണ്ടും ഒന്ന് കോർത്തെടുക്കുക. കോർത്തെടുക്കുമ്പോൾ സൂചി മുകളിലും നൂലടിയിൽ വരുന്ന രീതിയിൽ വയ്ക്കുക. എന്നിട്ട് സൂചി പൊന്തിച്ചെടുക്കുക. അപ്പോൾ അതുപോലെയാണ് നമ്മൾ ബട്ടൺ ഹോൾ സ്റ്റിച്ച് ചെയ്തെടുക്കണേ കേട്ടോ. അപ്പോൾ ഞാനിവിടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് വേഗം കഴിയാൻ വേണ്ടിയിട്ട് ഒന്ന് മെഷീനകത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. മെഷീനകത്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് സൂചി ഒടിയാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കറക്റ്റായിട്ട് നോക്കിയിട്ട് വേണം ഇതൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ നമുക്ക് കറക്റ്റായിട്ട് സ്റ്റിച്ച് കിട്ടണമെന്നില്ല കേട്ടോ മെഷീനകത്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ നോർമലായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണേ കേട്ടോ. അപ്പോൾ നമുക്ക് നൂല് വിട്ടു പോകാത്ത രീതിയിൽ എങ്ങനെ വേണമെങ്കിലും നമുക്ക് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് കേട്ടോ. നൂല് കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തതിന് ശേഷം കെട്ടിട്ട് കൊടുക്കൂലേ നമ്മൾ കഴിയണ ഭാഗത്തിന് കുറച്ച് മുമ്പായിട്ട് കെട്ടിട്ട് കൊടുക്കുക. അതിനുശേഷം വീണ്ടും നൂല് ആ കെട്ടിട്ട ഭാഗത്തു നിന്നല്ല തുടങ്ങേണ്ടത്, കുറച്ച് നമ്മൾ തുന്നി നിർത്തിയോടത്തുനിന്ന് മുമ്പിലോട്ട് മാറ്റിയിട്ട് വേണം വീണ്ടും ചെയ്ത് തുടങ്ങാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് കെട്ടിടുന്നത്. നമ്മളിത് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ള പീസ്. അപ്പോൾ നമ്മുടെ സ്റ്റിച്ചൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതുപോലെ റൗണ്ടിൽ നമ്മൾ ചെവിയുടെ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. 2 പീസും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മറിച്ചിടാം.
അപ്പോൾ നമ്മൾ തുന്നുമ്പോൾ കറക്റ്റായിട്ട് സൂചി നൂല് ഉപയോഗിച്ചിട്ട് തന്നെ തുന്നാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോനകത്ത് കാണിച്ചിട്ടില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് തിരിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് മറച്ചിടാം കേട്ടോ. വിരൽ വെച്ചിട്ട് ഉള്ളിലോട്ട് കാണിച്ചാൽ മതി. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് മറഞ്ഞു പോരുന്നതായിരിക്കും കേട്ടോ. അപ്പുറത്തെ പീസും ഇതുപോലെ തന്നെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫെൽറ്റിൻ്റെ പീസ് മാത്രം ഒന്ന് ചുളിഞ്ഞിരിക്കുന്ന രീതിയിൽ കിട്ടണം. അപ്പോൾ ഇതുപോലെ ഒന്ന് പിടിക്കുക. എന്നിട്ട് ആ ഒരു ഭാഗത്ത് മാത്രം അടിയിൽ തുന്നിയെടുക്കുക കേട്ടോ. അപ്പോൾ 2 പീസും ഒരുമിച്ച് ചേർത്ത് വെച്ചിട്ടാണ് നമ്മളിവിടെ തുന്നിയെടുക്കുന്നത്. മടക്കായിട്ട് കിടക്കുന്നത് ഫെൽറ്റിൻ്റെ പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ എങ്ങനെയാണോ ചുളുക്കമായിട്ട് കിട്ടണേ ആ ഒരു രീതിയിൽ പിടിച്ചിട്ട് നമുക്ക് ഇഷ്ടത്തിന് തുന്നിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് ഞാനിവിടെ പിടിച്ചിട്ട് തുന്നിയെടുക്കാൻ പോകണത് കേട്ടോ. അപ്പോൾ 2 പീസും ആദ്യം ഒന്ന് ഉറപ്പിച്ച് കൊടുക്കുക സൂചി വെച്ചിട്ട്. അതിന് ശേഷം നമുക്ക് ഇഷ്ടത്തിന് തുന്നിയെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് കട്ടി ഉണ്ടാവും ഈ ഒരു പീസ് തുന്നിയെടുക്കുമ്പോൾ. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് 2-3 തവണ തുന്നിയെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു ചുളുക്കം ആയിട്ട് കിട്ടുള്ളൂ. എന്നിട്ട് നമുക്ക് കെട്ടിട്ട് കൊടുക്കാം. ഒന്ന് വലിച്ചു പിടിച്ചിട്ട് കെട്ടിട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ നന്നായിട്ട് വലിച്ചിട്ട് തന്നെ ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ട് തുന്നിയെടുക്കുക. എന്നാലാണ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. എവിടെ തുന്നുകയാണെങ്കിലും അതുപോലെ തന്നെ നല്ല ടൈറ്റിൽ തുന്നി കൊടുക്കണം കേട്ടോ. ലൂസായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ പഞ്ഞി പുറത്ത് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് അടുത്തതും ചെയ്തെടുക്കാം. അപ്പോൾ 2 ചെവിയും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബോഡി പാർട്സിൽ അത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മുയലിൻ്റെ ഫേസിൻ്റെ ഭാഗമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങണം കേട്ടോ. അപ്പം മൂക്കിൻ്റെ ഭാഗത്തുമ്പോൾ അവിടെ മൂക്ക് വെച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ചെവിയുടെ ഭാഗത്തുമ്പോൾ ചെവി വെച്ച് കൊടുക്കുക. അപ്പോൾ ചെവി ഇതുപോലെയാണ് വെച്ച് കൊടുക്കുന്നത്. നമ്മുടെ ബോഡി പീസിൻ്റെ ഫറിൻ്റെ ഭാഗം നിൽക്കുന്നിടത്ത് ഫെൽറ്റിൻ്റെ ഭാഗമായിട്ട് ചെവിയുടെ വരണം. അപ്പോൾ അതുപോലെ നമ്മൾ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ടൊന്നൊരു പിൻ ചെയ്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ പിന്നൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ സ്റ്റിച്ച് ചെയ്തിട്ട് മൂക്കിൻ്റെ ഭാഗം അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ചെവിയുടെ ഭാഗം എങ്ങനെയാണ് വെക്കണതെന്നൊന്ന് കാണിക്കട്ടെ. എന്നിട്ട് ബാക്കി കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ബോഡി പാർട്ടിനകത്ത് എവിടെയാണോ നമുക്ക് ചെവി വരണത് അവിടെയാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് അവിടെയും ഒരു പിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ 6 പീസായിട്ടാണ് ഇവിടെ നമ്മൾ വന്നിരിക്കുന്നത്. അതായത് ചെവി 4 പീസ് ഉണ്ട്. അതുപോലെ തന്നെ ബോഡി പീസ് 2 പീസ് ഉണ്ട്. അങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ആ ഫേസിൻ്റെ ഭാഗം കംപ്ലീറ്റ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചെവി കറക്റ്റായിട്ട് തന്നെ അവിടെ സ്റ്റിച്ച് ചെയ്തിട്ടില്ലേന്ന് നോക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്യാണ്ട് പോലെ കിട്ടും ചിലപ്പോഴൊക്കെ. അപ്പോൾ എനിക്കിവിടെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ ഒരു ഭാഗത്തുമ്പോൾ കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ലേന്ന് നോക്കാം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് നോക്കണം. ഇനി മൂക്കിൻ്റെ ഭാഗത്ത് മൂക്ക് നമ്മൾ റെഡിയാക്കി കൊടുക്കുകയാണ്. നല്ല വശത്ത് നമ്മൾ മൂക്ക് വെച്ച് കൊടുക്കേണ്ട ആ ഒരു പോയിൻറ്റിനകത്ത് കറക്റ്റായിട്ട് മൂക്കിൻ്റെ നല്ല വശം വെച്ച് കൊടുക്കാം. എന്നിട്ട് ചീത്ത വശത്തേക്ക് നമ്മൾ നോക്കിയിട്ട് ഇതുപോലെ പൊന്തിച്ചെടുക്കുമ്പോൾ ആ ഒരു സ്ക്രൂവിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടാവില്ലേ, അതൊന്ന് നമുക്ക് ഒരു കത്രിക വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്താൽ മതി കേട്ടോ. ഒരുപാട് കട്ട് ചെയ്തത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് അമർത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പോന്നോളൂ കേട്ടോ. അവിടേക്ക് അടിയിലോട്ട് കറക്റ്റായിട്ട് വന്നോളും. ഇനി നമുക്ക് ആ സ്ക്രൂവിൻ്റെ ഭാഗം ഇട്ട് കൊടുക്കാം. വേണമെങ്കിൽ ഇവിടെ നമുക്കൊരു പശ വെച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം ഞാനിവിടെ പശയൊന്നും കൊടുക്കണില്ല, നല്ല ടൈറ്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പം മൂക്ക് കറക്റ്റായിട്ട് നമുക്ക് വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ മൂക്ക് വിരിക്കുന്നത് അതുപോലെ തന്നെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഒരു ത്രികോണം ഷേപ്പിലുള്ള മൂക്ക് ഇരിക്കുന്നത്. അപ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ ഇരിക്കുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് കണ്ണിൻ്റെ ഭാഗത്ത് കണ്ണ് വെച്ച് കൊടുക്കുക. നമ്മൾ മൂക്ക് എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെ ചീത്ത വശത്താണ് നമ്മൾ പുറത്തേക്ക് സ്ക്രൂ ആയിട്ട് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പം നല്ല വശത്ത് നിന്ന് കണ്ണിനെ വെച്ച് കൊടുക്കണം. അപ്പോൾ റെഡ് കളർ കണ്ണാണ് വെച്ച് കൊടുത്തത്. അപ്പോൾ ഇതുപോലെ നല്ല വശത്ത് നിന്ന് ഉൾവശത്തേക്ക് നമ്മൾ ഇതുപോലെ വെച്ചിട്ട് അമർത്തുക. അപ്പോൾ ഇതിങ്ങനെ പൊന്തി വരില്ല. ആ ഒരു ഭാഗത്ത് മാത്രമായിട്ട് ചെറുതായിട്ടൊരു കട്ടിങ് കൊടുക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആ സ്ക്രൂവിൻ്റെ ഭാഗം പോന്നോളും. എന്നിട്ട് നമുക്ക് ആ ഒരു ബട്ടൺ പോലത്തെ അത് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കണ്ണവിടെ ഇരുന്നോളും. ഇനി നമുക്ക് ഊരി പോകുന്ന സംശയം ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഇപ്പം നമുക്കൊരു പശ വെച്ചിട്ട് ഈ ഒരു ബട്ടൺ ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കണ്ണ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് അപ്പുറത്തെ കണ്ണും വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു കണ്ണ് നമ്മൾ മൂടിയായിട്ടാണ് ഇരിക്കുന്നത്, രോമങ്ങളൊക്കെ നിറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്യണം. അതുപോലെ മൂക്ക് കാണുന്നില്ല, മൂക്കിൻ്റെ ഭാഗവും നമുക്ക് ലാസ്റ്റ് കട്ട് ചെയ്യേണ്ടതാണ് കേട്ടോ. ഒരു ഷേപ്പാക്കി കൊടുക്കണം. ഇനി നമുക്ക് ബാക്കിയുള്ളത് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമ്മൾ തലയുടെ ഭാഗത്തു നിന്ന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ആ ഒരു പുറം ഭാഗം, ആ വാലിൻ്റെ ഭാഗം, അതുപോലെ ഇവിടെ വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ട കേട്ടോ. ഇവിടെ വരെ ഒരു മാർക്ക് നമ്മൾ ചെയ്ത് കൊടുക്കണം. അത് ഇവിടെയാണ് നമ്മൾ ആ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. എങ്ങനെയാണെന്ന്
തീരുമാനിക്കേണ്ടത് കേട്ടോ. അപ്പോൾ അതേ ബോട്ടം പീസ് ഇതുപോലെയാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. രണ്ട് കാലിൻ്റെ ഭാഗങ്ങൾ കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ ബോട്ടം പീസിനും ഇതുപോലത്തെ ഒരു ഭാഗം ഉണ്ടാവും. അതുപോലെ തന്നെ അതിൻ്റെ അപ്പുറത്തെ സൈഡ് ഈ അറ്റ ഭാഗത്തേക്കായിട്ട് വരുന്നത് ഇവിടെയാണ് നമുക്ക് മാർക്കിങ് കൊടുക്കേണ്ടത്. ഒന്ന് വെച്ച് കൊടുത്തിട്ട് കറക്റ്റായിട്ട് നോക്കുക. അപ്പോൾ നമ്മൾ തുന്നണതിൻ്റെ വ്യത്യാസത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ സാധ്യതയുണ്ട്. അങ്ങനെ മാറിയിട്ടുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ കയറിയിരിക്കും, അല്ലെങ്കിൽ ഇറങ്ങിയിരിക്കും കേട്ടോ സ്റ്റിച്ചിങ്. അപ്പോൾ അത് നമ്മൾ കാര്യമാക്കേണ്ട കാര്യമില്ല. അവിടെ വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ബോട്ടം പീസ് വെക്കുമ്പോൾ ഒന്ന് മാറ്റി തുന്നൽ അഴിക്കുക, അല്ലെങ്കിൽ തുന്നൽ ഒന്നും കൂടി ചേർത്തിട്ട് തുന്നിയെടുക്കാം. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. തുന്നൽ കൂടുതലായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ തുന്നൽ അഴിച്ചിട്ടിട്ട് വീണ്ടും തുന്നി കൊടുക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതേ നമ്മൾ ആ ഒരു പുറം ഭാഗത്ത് നിന്ന് വാലിൻ്റെ അവിടെ നിന്ന് അടിഭാഗത്തേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബോട്ടം പീസ് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല വശം ഉള്ളിൽ വരുന്ന രീതിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. കാലിൻ്റെ ഭാഗം കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ പിടിക്കാം. എന്നിട്ട് ഒരു പിൻ ചെയ്തെടുക്കുക. നമ്മൾ എപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴും ഒരു പിൻ ചെയ്ത് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുമെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ചെറുതായി പോവുക വലുതായി പോവുക ഒന്നുമില്ല കേട്ടോ, കറക്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതേ ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. അവിടെ നമ്മൾ കറക്റ്റ് ജോയിൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അവിടെ നിന്ന് പഞ്ഞി പോരാൻ സാധ്യതയുണ്ട് കേട്ടോ. അവിടെ നന്നായിട്ടൊന്ന് നോക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അതുപോലെ തന്നെ പിൻ ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതേ ഇങ്ങനെ നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലായിടത്തും പിൻ ചെയ്ത് വെക്കുക, അപ്പോഴാണ് നമുക്ക് കറക്റ്റ് ഷേപ്പിൽ തന്നെ കിട്ടുള്ളൂ. ബോട്ടം പീസ് കുറച്ച് ചെറുതായിരിക്കും കേട്ടോ, നമ്മൾ കാണാത്ത രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണ്ടേ ആ ഒരു അടിഭാഗം. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ അതേ ഇങ്ങനെ നമുക്കിനി സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു ഷേപ്പിൽ കറക്റ്റ് നമ്മുടെ ബോഡി പാർട്ടിൻ്റെ ഷേപ്പിൽ തന്നെയായിരിക്കും ബോട്ടം പീസിൻ്റെ ഭാഗങ്ങളും വന്നിട്ടുണ്ടാവുക. അതേ ഷേപ്പിൽ തന്നെ നമ്മൾ ഇവിടെ വരെ അറ്റം വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഈ ഒരു അറ്റഭാഗം എത്തുമ്പോൾ ഇപ്പുറത്തേക്ക് തിരിച്ചും അതുപോലെ തന്നെ ആ ഒരു ഷേപ്പിനകത്ത് കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ എപ്പോഴും പിൻ ചെയ്ത് വിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനെ നടുഭാഗത്ത് കീറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മറച്ചിടാൻ സൗകര്യം ഉണ്ടാവും. അപ്പോൾ അതേ ഒരു ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് കാണിച്ചിട്ടില്ല, ഒരുപാട് ലെങ്ത് ആവണമായിരുന്നാണ്. അപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ച പോലെ നമുക്ക് സൂചി ഉപയോഗിച്ച് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. അതുപോലെ എൻഡിങ്ങിൻ്റെ ഭാഗമൊക്കെ വരുമ്പോൾ ഇതുപോലെ ഒന്ന് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ, വിട്ടു പോരാത്ത രീതിയിൽ. അപ്പോൾ നമ്മൾ ഇത്രമാത്രം ചെയ്തിട്ടുള്ളൂ. ബോഡി പീസ് രണ്ടും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചിട്ട് ജോയിൻ ചെയ്തെടുത്തു, രണ്ട് ബോഡി പാർട്ടും. അതിൻ്റെ ഇടയിൽ നമ്മൾ ചെവി വെച്ച് കൊടുത്തു, കണ്ണ് വെച്ച് കൊടുത്തു, മൂക്ക് വെച്ച് കൊടുത്തു. ലാസ്റ്റിലായിട്ട് നമ്മൾ ബോട്ടം പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ബോട്ടം പീസ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ കറക്റ്റ് ഷേപ്പ് അനുസരിച്ച് താഴെ വന്നിട്ടുണ്ടാവും. ആ ഒരു ഷേപ്പിൽ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഓരോ ഹോളിൻ്റെ, അതായത് അറ്റത്തിൻ്റെ ഭാഗം വരുമ്പോൾ ഓരോരോ മൂലകൾ വരുമ്പോൾ നമ്മൾ ഇതുപോലെ നന്നായിട്ട് കവർ ചെയ്ത് തന്നെ കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് നൂല് കറക്റ്റായിട്ട് അവിടെ കിട്ടില്ല. ചിലപ്പോൾ പഞ്ഞിയൊക്കെ ഊർന്നു പോരും. കറക്റ്റായിട്ട് തുന്നിയെടുക്കാം കേട്ടോ. ഇനി ഇതേ നമുക്ക് ഇപ്പുറത്തെ സൈഡ് കൂടി തുന്നിയെടുക്കാനുണ്ട്. അപ്പോൾ ഒരു ഭാഗത്ത് 2 കാലുണ്ട്, അപ്പുറത്തെ ഭാഗത്ത് 2 കാലുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. കറക്റ്റ് ആ ഒരു കാലിൻ്റെ ഷേപ്പിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു ബോട്ടം പീസിൻ്റെ കളർ ഏതാണ് ആ ഒരു കളറിൽ സാധാരണ മെഷീൻ ത്രെഡ് എടുത്തിട്ടുണ്ട്, ഒരു സൂചിനകത്ത് കോർത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നടുഭാഗത്ത് ഒന്ന് കീറി കൊടുക്കാൻ പോവേണ്ട. അവിടെ നമ്മൾ ഓപ്പൺ ചെയ്തതിന് ശേഷമാണ് ഇത് മറച്ചിടുന്നത്. അതിന് ശേഷം നമുക്ക് പഞ്ഞി നിറച്ചിട്ട് ഇനി തുന്നിയെടുക്കാം കേട്ടോ. അപ്പോൾ ദാ ഇതുപോലെ ഒന്ന് കറക്റ്റായിട്ട് സെൻറ്റർ ഭാഗം നോക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് മറച്ചിടാനായിട്ടുള്ള ഹോള് കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഹോളിന് നീളം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. നമുക്ക് എങ്ങനെയാണ് എളുപ്പത്തിന് മറച്ചിടാൻ പറ്റുക അതനുസരിച്ച് നമുക്ക് നീളം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രയും നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോരോ ഭാഗങ്ങൾ മറച്ചിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ 4 കാലുകളുണ്ട്. ആ 4 കാലും കറക്റ്റായിട്ട് തന്നെ ആ ഒരു ഷേപ്പിന് തന്നെ മറച്ചിട്ടെടുക്കുക. അതുപോലെ തന്നെ വാലിൻ്റെ ഭാഗവും ബോഡി പാർട്സ്, ഫേസ് അതൊക്കെ കറക്റ്റായിട്ട് നമുക്ക് മറച്ചിട്ടെടുക്കാം കേട്ടോ.
നിറച്ചൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പഞ്ഞി നിറച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ സിന്തറ്റിക് ഫൈബറാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ആക്കിയതിന് ശേഷം ഓരോരോ സ്ഥലത്ത് നമുക്ക് നിറച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ വാലിൻ്റെ ഭാഗത്താണ് ഞാൻ ആദ്യം നിറച്ച് കൊടുക്കുന്നത്. അതിന് ശേഷം കാലിൻ്റെ ഭാഗങ്ങളിൽ, ഫേസിൻ്റെ ഭാഗത്ത്, ബോഡി പാർട്സ് ഫുള്ളായിട്ട് അങ്ങനെ എല്ലാം ചെയ്തിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. പഞ്ഞി നന്നായിട്ട് കവർ ചെയ്തിരിക്കണം കേട്ടോ, എന്നാലേ നമുക്ക് നല്ല ഭംഗിയിൽ കിട്ടുള്ളൂ. അപ്പോൾ അതേ ഫുള്ളായിട്ട് കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ഹോള് അടയ്ക്കാം. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് മിഷ്യൻ നൂല് കോർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു സൂചിനകത്ത്. ഒരു ചെറിയ സൂചിനകത്ത്, നമ്മൾ സാധാരണ സൂചിയാണ് എടുത്തിരിക്കുന്നത്. അതിനകത്ത് നമുക്ക് ഒന്ന് കറക്റ്റായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം തുന്നിയെടുക്കാം കേട്ടോ. അപ്പോൾ അതേ നമ്മൾ കെട്ടിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ നൂലിൻ്റെ അറ്റത്ത്. ആ കെട്ട് ഉള്ളിലോട്ട് വരുന്ന രീതിയിലായിരിക്കണം നമ്മൾ സ്റ്റിച്ച് ചെയ്തിടാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ മുകളിലോട്ട് ഉള്ളിൽ നിന്ന് തുന്നിയെടുക്കുക. എന്നിട്ട് ആ കെട്ടുള്ളിൽ തന്നെ പോയില്ലേന്ന് ഉറപ്പ് വരുത്തുക. എന്നിട്ട് നമ്മൾ സാധാരണ സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ ബട്ടൺ ഹോൾ സ്റ്റിച്ച് തന്നെയാണ് ഇതിലും ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിർബന്ധമൊന്നുമില്ല, നമുക്ക് ഏത് സ്റ്റിച്ചാണോ വിട്ടു പോവാത്ത രീതിയിൽ ചെയ്യാൻ പറ്റുന്നത് ആ ഒരു സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ ബട്ടൺ ഹോൾ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് ചെയ്തെടുക്കാം കേട്ടോ. അറ്റത്ത് എത്തുമ്പോൾ നന്നായിട്ട് മുറുക്കി കെട്ടിട്ട് കൊടുക്കാം. ലൂസായിട്ട് തുന്നിയെടുക്കാണ്ട് കുറച്ച് ഫിറ്റിൽ തന്നെ തുന്നിയെടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ. എന്നാലേ നമുക്ക് കറക്റ്റ് വിചാരിച്ച പോലെ കിട്ടുള്ളൂ. അപ്പോൾ അത് അവസാന ഭാഗം എത്തിയിട്ടുണ്ട്. നമ്മൾ നൂല് കെട്ടിട്ട് കൊടുക്കേണ്ട, നല്ല ടൈറ്റ് ചെയ്തിട്ട് തന്നെ കൊടുക്കുക. എന്നിട്ട് കെട്ടിടുക കേട്ടോ. കെട്ടിട്ട് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള നൂല് നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കണ്ണിൻ്റെ ഭാഗത്ത് കണ്ണ് കാണണമെന്നുണ്ടെങ്കിൽ രോമങ്ങൾ നിറഞ്ഞിരിക്കുകയായിരിക്കും, അവിടെ കുറച്ച് കട്ട് ചെയ്ത് കളയണം. അതുപോലെ തന്നെ മൂക്കിൻ്റെ ഭാഗം ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റ് മുയലിൻ്റെ ഷേപ്പായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് കണ്ണും മൂക്കും റെഡിയാക്കി എടുക്കാം ഇനി. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് ഷേപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്കറിയാമല്ലോ മുയലിൻ്റെ മുഖത്തിൻ്റെ ഷേപ്പ് എങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഒരുവിധം ഷേപ്പിനകത്ത് തന്നെ ഇത് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. മൂക്ക് കാണുന്ന രീതിയിലൊന്നാക്കി കൊടുക്കുക, കണ്ണ് കാണുന്ന രീതിയിലൊന്നാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് പറഞ്ഞ പോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ കട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതുപോലെയാണ് നമുക്ക് ലാസ്റ്റിൽ കിട്ടിയിരിക്കുന്നത്. ഇതിന് അത്യാവശ്യം വലിപ്പമുള്ള മുയലാണ് കേട്ടോ. നമുക്ക് വീഡിയോനകത്ത് അറിയാത്തതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ചെറിയ സൈസിലും ഉണ്ടാക്കാവുന്നതാണ്. പാറ്റേൺ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ചെറിയ കുട്ടികൾക്കും മുതിർന്നവർക്കായാലും വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. കുട്ടികൾക്ക് സ്കൂളിൽ മത്സരങ്ങളിലൊക്കെ തിളങ്ങാനും പറ്റൂട്ടോ ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം.